നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫാണ് എന്ന് വിശ്വസിക്കുന്നു. സൗദി അറേബ്യയിൽ ഇനി കർഫ്യൂ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് പുതിയൊരു ആപ്ലിക്കേഷൻ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. തവക്കൽന എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ തൽക്കാലം അത് ട്രയൽ റണ്ണിലാണ്. ഇനി അത് ഒറിജിനൽ വേർഷൻ ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും, ഫുൾ വേർഷൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഓരോ ഇൻഫർമേഷൻ സെൻറ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ കിട്ടുക. അതെങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ റണ്ണിങ് അല്ല. റണ്ണിങ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളെ അറിയിക്കും. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കർഫ്യൂ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള പെർമിഷൻ എടുക്കുക. അത് ആപ്ഷറുമായിട്ട് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ്. നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിലും ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ആശുപത്രിയിൽ പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രോസറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും എന്താവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ നമുക്ക് പെർമിഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നേരത്തെ നിങ്ങൾ പഠിച്ചു വെക്കുക. അറിയാത്തവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിലെ സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഇക്കാമ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി എൻ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി അപ്ഷറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതുവരെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന, അപ്ഷറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും കിട്ടുക. ഈ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ അപ്ഷർ അക്കൗണ്ടിലേക്ക് കയറിയതിന് ശേഷം മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക. അതിനായി അപ്ഷറിലെ ഇൻഡിവിജ്വൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ശേഷം അപ്ഷറിൻ്റെ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൈ സർവീസസിനകത്ത് സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ജനറൽ സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തവക്കൽന എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രീനിൽ കാണുന്ന ഓരോരോ ഓപ്ഷൻസ്, അതായത് അവരാവശ്യപ്പെടുന്ന എല്ലാ ഇൻഫർമേഷൻസും കൊടുത്ത് നമ്മുടെ OTP മെസ്സേജസ് ഉൾപ്പെടെ ലഭിച്ച് അത് വെരിഫിക്കേഷൻ ഈസിയായി നമുക്ക് അപ്ഷറിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS വരികയും ശേഷം നമ്മുടെ തവക്കൽന ആപ്പിനുള്ളിലേക്ക് കയറി നേരത്തെ കണ്ട സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഇനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. 12 അക്കത്തിൽ കുറയാതെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പറുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പാസ്വേഡ്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ കൃത്യമായ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം കാണിക്കുന്ന നമ്മുടെ ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഇക്കാമയുടെ കീഴിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ്. ആ ഇൻഫർമേഷൻസ് കൃത്യമാണെന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം പേജിലേക്ക് എത്തിയതിനു ശേഷം ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഇക്കാമ നമ്പർ ഒപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു SMS OTP എത്തുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇനി ഹോം പേജിൽ നമ്മൾ കാണുന്നത് നമ്മുടെ റെസിഡൻസ് ലൊക്കേഷൻ, അതുപോലെ COVID-19 പറ്റിയിട്ടുള്ള സ്റ്റാറ്റസ്, അതോടൊപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള പെർമിറ്റും ആണ് കാണിക്കുന്നത്. ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ അനുവാദമുണ്ട്. റെഡ് ആണെങ്കിൽ അത് കഴിയില്ല. യെല്ലോ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഐസൊലേഷനിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗ്രേ ആണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ദയവായി ചെക്ക് ചെയ്യുക. കർഫ്യൂ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നതിന് പെർമിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം എന്താവശ്യത്തിനാണ് പുറത്തിറങ്ങുന്നത്, അത് കടയിലേക്ക് പോകാൻ, ഗ്രോസറി മേടിക്കാനാണോ, അതല്ലെങ്കിൽ എന്താവശ്യത്തിനാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയ, റെസിഡൻസ് ഏരിയ ചെക്ക് ചെയ്തതിന് ശേഷം പോകാൻ സാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അവർ നമുക്ക് അല്പം തന്നെ റിപ്ലൈയും തരുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് കൊറോണ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? താഴെയുള്ള റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്വയം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ ലൊക്കേഷൻ, ശേഷം ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുക. മറ്റൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവരുടെ പേര്, മൊബൈൽ നമ്പർ, ലൊക്കേഷൻ, അതുപോലെ ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്യുക.
ഇനി മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ അത് മുഴുവൻ നമ്മൾക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ കാണുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സക്സസ് പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. മൂന്നാമത്തെ ഓപ്ഷനായി തവക്കൽന ആപ്പിനെ കുറിച്ച് കൂടുതലായി നമ്മൾക്കറിയാൻ സാധിക്കും. നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നിന്നും ഇപ്പോൾ ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിഡൻസ് ഏരിയ മാറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ കാണുന്ന ഒരു ഓപ്ഷൻ സൈൻ ഔട്ടാണ്. ഇതിലൂടെയാണ് സൈൻ ഔട്ട് ചെയ്യുക. Tawakkalna. Allah is the best keeper. For more information about Tawakkalna, visit the application website. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഒരു ചാനലിലൂടെ. തീർച്ചയായിട്ടും ഇത് അറിയാത്തവരിലേക്ക് എത്രയും വേഗം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ. അവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് നോക്കി പഠിച്ചതിന് ശേഷം ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ട്രയൽ വേർഷനാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ചിലർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഉടനെ തന്നെ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി അത് റൺ ത്രൂ ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. സൗദി അറേബ്യയിലുള്ള എല്ലാ ആളുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കർഫ്യൂ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു വെരി മച്ച് എവരിവൺ ഫോർ വാച്ചിങ്. മറക്കണ്ട, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് മാസ്സലാം.